ഹലോ, ഇന്ന് കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാം. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് എൻ്റെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഡ്രസ്സ് ഞാൻ ആദ്യമായിട്ട് ഈ ഡ്രസ്സ് വാങ്ങാൻ പോകുമ്പോൾ വേറൊരു കളറാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് ഈ ഒരു കളറിലോട്ട് വരുന്നത്. ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രൈറ്റ്നെസ്, എൻ്റെ ഫേസിലുണ്ടാകുന്ന ബ്രൈറ്റ്നെസ് ആയിക്കോട്ടെ. പിന്നീട് ഞാൻ ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ ഈ ഡ്രസ്സുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഈ ഡ്രസ്സ്. പിന്നെ നമുക്ക് കല്യാണം വരുന്നത് ഡ്രസ്സിനെ പറ്റിയല്ലല്ലോ, കല്യാണത്തിന് പറ്റിയായിരുന്നു. ഓക്കെ, നമുക്ക് ഈ കല്യാണം വരുന്നത് കൊടുങ്ങല്ലൂരായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മോർണിംഗും ഉണ്ടായിരുന്നു, റിസപ്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ എത്തിയപ്പോൾ തന്നെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഫുഡ് അടിക്കാനൊക്കെ കയറി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഈ ഓഡിറ്റോറിയത്തിൻ്റെ സൈഡിലായിട്ട് നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. കുറച്ച് നേരത്തെ എത്തായിരുന്നെങ്കിൽ ഇതിന് നല്ലൊരു ഭംഗി അവിടെ കിട്ടിയേനെ. കാരണം ഒരു ചെറിയ കുട്ടി മറൈൻ ഡ്രൈവ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു അത്യാവശ്യം നല്ല ഒരു 4 മണി ആ ഒരു നേരത്തൊക്കെ വരുവാണെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടേക്കൊക്കെ പോയി ജസ്റ്റ് ഒന്ന് ആ വ്യൂ ഒക്കെ കണ്ട് പിന്നെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നോക്കിയിട്ട് അത്യാവശ്യം ടൈമൊക്കെ ആയി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 7 മണി 8 മണിയൊക്കെ ആയി. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അങ്ങനെ ബസ് വെയിറ്റ് ചെയ്യുവാണ്. അങ്ങനെ ബസ്സൊക്കെ വന്നു. അങ്ങനെ ബസ് എന്നിട്ട് ഞങ്ങൾ പാലക്കിനകത്തേക്കാൾ മുന്നേ പെട്രോൾ പമ്പിൽ കയറ്റി എയർ അടിക്കാൻ വേണ്ടി കയറ്റിയിട്ട്. അപ്പോൾ അവിടെ ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നു. അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കുട്ടി നായകൾ എൻ്റെ കാലിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് ജസ്റ്റ് നക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ നായകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പാലക്കിലെത്തിയിട്ട് പിന്നെ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് വീട്ടിലോട്ട് വന്നു. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ.